ഇരുപക്ഷത്തും അജയ്യമായ സൈനിക വ്യൂഹങ്ങൾ ചമച്ച് യുദ്ധവീരന്മാരെല്ലാം യഥാസ്ഥാനത്ത് നിലയുറപ്പിച്ചു. കർണൻ പാണ്ഡവ സൈന്യത്തിൽ കടന്ന് സംഹാര താണ്ഡവം തുടങ്ങി. ദൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യം കർണനെ തടുത്തു നിർത്തി. ഭീമനും സാത്യകിയുമൊക്കെ എത്തി ദൃഷ്ടദ്യുമ്നനെ സഹായിക്കുന്നു. ദുശാസനൻ, ശകുനി മുതലായവർ കർണന്റെ സഹായത്തിനുമെത്തി. പിന്നെ അതിഭീകരമായ യുദ്ധം ആരംഭിക്കുന്നു. ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടായി. കർണന്റെ അസ്ത്രപ്രയോഗങ്ങൾ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അസ്ത്രങ്ങൾ എടുക്കുന്നതും തൊടുക്കുന്നതുമൊന്നും കാണുവാൻ കഴിയുന്നില്ല. ശത്രുക്കൾ മരിച്ചു വീഴുന്നത് മാത്രം കാണുന്നുണ്ട്. അതായിരുന്നു കർണന്റെ കൈവേഗത. കർണൻ വിജയം എന്ന തൻ്റെ വില്ലെടുത്ത് ശരങ്ങൾ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കുന്നു. വളരെയധികം സൈന്യങ്ങൾ പിന്നീടുണ്ടായ യുദ്ധത്തിൽ മരിച്ചു വീണു. കർണന്റെ അതിശക്തമായ ശരവർഷത്തിൽ യുധിഷ്ഠിരൻ തളർന്നു. ശ്രുതകീർത്തിയുടെ തേരിൽ ചാടിക്കയറി യുധിഷ്ഠിരൻ രക്ഷപ്പെട്ടു. പിന്നെയും ഭീകരമായ യുദ്ധം തുടർന്നു.